ഈ പറയുന്ന അവയവങ്ങളുടെ ഡാമേജ് ആണ്. ഈ അവയവങ്ങൾ ഡാമേജ് എന്തായാലും ഉണ്ടാവും പ്രമേഹത്തിന് മരുന്നെടുത്താലും. സോ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഡാമേജുകൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഈ കാലിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളിൽ ന്യൂറോപ്പതി തുടങ്ങിയിട്ട്, അതായത് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണിത്. നെർവ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇല്ല, ചെറിയ ചെറിയ രക്തക്കുഴൽ ബ്ലോക്ക് വരികയും നെർവ്സിൽ ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരികയും ഇമ്പൾസസ് പ്രോപ്പറായിട്ട് പാസ്സാകാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് നീരായിട്ടും മരവിപ്പായിട്ടും കളറൊക്കെ മാറി വരികയും പുകച്ചിലായിട്ടും കട്ടുകിടപ്പായിട്ടും ഒക്കെ അനുഭവപ്പെടും, മസിൽ കയറ്റമൊക്കെ അനുഭവപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പം. സോ ഇതാണ് നമ്മൾ മെയിനായിട്ടും ക്ലിയർ ആക്കേണ്ടത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റൂട്ട് കോസ് എന്താണ്, നമുക്ക് ന്യൂറോപ്പതിയാണ് ക്ലിയർ ആക്കേണ്ടത്, സർക്കുലേഷനാണ് പ്രോപ്പർ ചെയ്യേണ്ടത്. അപ്പം ഡയബറ്റീസിന് മരുന്ന് എടുത്തു എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ മാറില്ല. ഈ ബ്ലഡ് മൈക്രോ സർക്കുലേഷൻസ്, അതായത് ചെറിയ ചെറിയ മൈക്രോ വാസ്കുലർ സർക്കുലേഷൻസ്, ചെറിയ ചെറിയ രക്തക്കൊഴലുകളുടെ ബ്ലോക്കുകളൊക്കെ ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഈ പറയുന്ന വേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ ക്ലിയർ ആകത്തുള്ളൂ. അപ്പോൾ ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറയുന്ന പോഷകവും വളരെ നല്ല മരുന്ന് എടുക്കുന്നവർ മെറ്റ്ഫോമിൻ തുടങ്ങി ഗ്ലിമിപ്രൈഡായി, ടെനിഗ്ലിപ്റ്റിനായി, വോഗ്ലിബോസായി, 2 നേരം 3 നേരമായി, ഇൻസുലിൻ്റെ ഡോസ് കൂട്ടി, അത് കഴിഞ്ഞ് ഇങ്ങനെ ഡോസുകൾ കൂട്ടി 2 നേരം 3 നേരം 4 നേരമായി, അങ്ങനെ പ്രശ്നങ്ങൾ, അതായത് മെഡിസിൻസ് കൂടി പോകുമല്ലാതെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പോഴത്തെ ഡോസ് മതിയാവത്തില്ല, കുറച്ചുകൂടെ കൂടുതൽ. പിന്നെ നമ്മൾ എത്ര ഡോസ് ഇൻസുലിൻ എടുത്താലും 400-500 ലെവലിൽ ഷുഗർ കടക്കുന്ന അവസ്ഥയിലേക്ക് വരും. സോ അത്രയും കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ നമുക്ക് നേരത്തെ ഇതൊക്കെ ക്ലിയർ ആക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് പ്രോപ്പർ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ്